പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 25, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഹിന്ദു പത്രം, ഗവൺമെന്റ് വെബ്സൈറ്റ് ഇവയിൽ നിന്നെടുക്കുന്ന പ്രധാനപ്പെട്ട ചില ഇൻഫോർമേഷൻസ് ആണ് JD's കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് ആയിട്ട് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മളെന്നും അതിനുവേണ്ടി തന്നെ കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്നത്തെ ചില ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് നമുക്ക് പോകാം. ഒരു ഹെഡിംഗ് ആണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ടു സെറ്റപ്പ് ഫാറ്റി ലിവർ സ്ക്രീനിംഗ് ഫെസിലിറ്റി. ഫാറ്റി ലിവർ പരിശോധന സൗകര്യങ്ങൾ ഒരുക്കാൻ ആരോഗ്യവകുപ്പ്. കേരളത്തിന്റെ ആരോഗ്യവകുപ്പിന്റെ പുതിയൊരു തീരുമാനമാണ്. അതായത് ഫാറ്റി ലിവർ ആയി ബന്ധപ്പെട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഫാറ്റി ലിവർ ക്ലിനിക്സ് വേണമെന്ന്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മലപ്പുറം ജില്ലയിലെ ഏത് ആശുപത്രിയിലാണ് ആദ്യത്തെ ഫാറ്റി ലിവർ ക്ലിനിക് സ്ഥാപിച്ചത്? തിരൂർ ജില്ലാ ആശുപത്രി. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഫാറ്റി ലിവർ ക്ലിനിക് ഇത് വന്നിട്ടുള്ളത് തിരൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലാണ്. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എല്ലാം ഉണ്ട്, എങ്കിലും സർക്കാരിൻ്റെ തീരുമാനപ്രകാരം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒന്നാണ്. അതായത് ഫാറ്റി ലിവർ ക്ലിനിക്സ് എല്ലാ ഡിസ്ട്രിക്റ്റിലും വേണമെന്നും. ഇതനുസരിച്ച് ഇപ്പോൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരൂർ ജില്ലാ ആശുപത്രിയിലാണ് ആദ്യത്തെ ഫാറ്റി ലിവർ ക്ലിനിക് സ്ഥാപിച്ചിട്ടുള്ളത്. ഫാറ്റി ലിവർ കേസുകൾ തടയുന്നതിനായി കേരളത്തിൽ ആദ്യഘട്ടത്തിൽ എത്ര ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ സ്ഥാപിച്ചു? 3. ഇന്നിപ്പോൾ കേരളത്തിൽ 3 സ്ഥലങ്ങളിലാണ് ഫാറ്റി ലിവർ ക്ലിനിക്സ് ആരംഭിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, എറണാകുളം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, മൂന്നാമത് മലപ്പുറത്തുള്ള തിരൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. കാരണം ഫാറ്റി ലിവറിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അത് പ്രത്യേകിച്ച് നോൺ ആൽക്കഹോളിക്. കേരള ആരോഗ്യ വകുപ്പ് കേരളത്തിലെ എല്ലാ ജില്ലാ ആശുപത്രികളിലും ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്നത് എന്തുകൊണ്ട്? നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് കേസുകൾ വർദ്ധിക്കുന്നു. NAFLD, അതായത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, ഇതിപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണയായിട്ട് ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ അത് ലിവർ സെറോസിസ് ആയിട്ടും പിന്നീട് അത് ക്യാൻസർ ആയിട്ട് മാറുന്നുണ്ട്. പൊതുവെയുള്ള ചിന്തയൊക്കെ ഡ്രിങ്ക്സ് കഴിക്കുന്നവർ, അതായത് ലിക്കർ കഴിക്കുന്നവർക്കാണ് ഈ ലിവർ ഡിസീസ് അല്ലെങ്കിൽ ലിവർ സെറോസിസ് വരിക എന്നത്. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ NAFLD, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ആണ്, ആ കേസുകൾ ആണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇതൊരു സൈലന്റ് കില്ലറാണത്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലിവറിലേക്ക് ആ ഫാറ്റി ലിവർ വരികയും പിന്നീട് അത് കോംപ്ലിക്കേറ്റഡ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയും അതിനെ ചികിത്സിക്കുകയും ചെയ്യുന്ന ഒന്നാണിപ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ള പുതിയ ഫാറ്റി ലിവറിൻ്റെ ക്ലിനിക്സ് ആണിപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും വരാൻ പോകുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും എറണാകുളത്തും മലപ്പുറത്തും സ്ഥാപിതമായിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺസ് ഹയസ്റ്റ് ഇൻ 2024 ഗ്ലോബലി, ഇന്ത്യ ടോപ്സ്. 2024 ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ, ഇന്ത്യ ഒന്നാമത്. നമ്മൾ കേൾക്കാറുണ്ട് ഷട്ട് ഡൗൺ എന്ന് കേൾക്കാറുണ്ട്, അത് പല ടൈപ്പ് ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്റർനെറ്റിലും ഷട്ട് ഡൗൺസ് ഉണ്ടാകാറുണ്ട്. സർക്കാരുകൾ പലപ്പോഴൊക്കെ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്യാറുണ്ട്, അതായത് ക്ലോസ് ചെയ്യാറുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. 2024 ഏറ്റവും കൂടുതലായിട്ട് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ഇന്ത്യ ഏറ്റവും ടോപ്പ് ലെവലിലാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ഏർപ്പെടുത്തിയ രാജ്യം ഏത്? മ്യാൻമാർ. 85 ടൈംസ്, 85 പ്രാവശ്യമാണ് മ്യാൻമാർ 2024 ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളത്. മ്യാൻമാർ നമുക്കറിയാം ഏറ്റവും കൂടുതലായിട്ട് വർഗീയ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് മ്യാൻമാർ. മിലിറ്ററി ഗവൺമെൻറ് ആണ് മ്യാൻമാറിലുള്ളത്. മ്യാൻമാറിലാണ് ഇന്ന് ലോകത്തിൽ പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളത്. 2024 ഇന്ത്യ എത്ര തവണ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്തു? 84 തവണ. റാങ്കിങ്ങിൽ ഇന്ത്യ 2ാം സ്ഥാനത്ത്. ഇന്ന് കേവലം 1 പോയിന്റ് വ്യത്യാസം മാത്രമേ മ്യാൻമാർ ഇന്ത്യ ആയിട്ടുള്ളൂ. അതായത് ഇന്ത്യ 84 ടൈംസ് ആണ് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളത്. മ്യാൻമാർ ആണെങ്കിൽ 85 ടൈംസ്. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് പാകിസ്ഥാൻ ആണ്. 4ാം സ്ഥാനത്ത് റഷ്യ. 2024 വർഗീയ കലാപം കാരണം ഇന്ത്യ എത്ര തവണ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്തു? 23 തവണ. ഇന്ത്യ 23 തവണയാണ് കമ്മ്യൂണൽ വയലൻസ്, വർഗീയ കലാപം കാരണം ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം മണിപ്പൂർ എന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് വർഗീയ കലാപം നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നിട്ടുള്ളതും. 2024 ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ഏർപ്പെടുത്തിയത്? മണിപ്പൂർ. 24 ടൈംസ് ആണ് മണിപ്പൂർ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളത് 2024.
തൊട്ടുപുറകെ ഹരിയാനയാണ്. ജമ്മു കാശ്മീർ 12 പ്രാവശ്യം ആണ് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളത്. ലോകത്ത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് മ്യാൻമാർ, ഇന്ത്യ, പാകിസ്ഥാൻ, റഷ്യ, ഉക്രൈൻ, പാലസ്റ്റൈൻ എന്നിങ്ങനെ പോകുന്നു. മ്യാൻമാർ 85 ടൈംസ് ആണെങ്കിൽ ഇന്ത്യ 84 ടൈംസ് ആണ്. ഇതിൽ 296 പ്രാവശ്യമാണ് ഇന്ത്യ ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ ആ സ്വരൂപിച്ചുള്ള ഡാറ്റ പ്രകാരം 84 എന്ന ലെവലിലേക്കാണ് എത്തിയിട്ടുള്ളത്. 296 കേസിൽ പല പ്രാവശ്യമായിട്ട് ഷട്ട് ഡൗൺ ചെയ്തെങ്കിലും ഇതിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു കണക്കെടുപ്പിലാണ് 84 എന്ന ലെവലിലേക്ക് വന്നിട്ടുള്ളത്. 2024 ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ഏർപ്പെടുത്തിയത്? മണിപ്പൂർ 21 തവണ. മണിപ്പൂർ 21 പ്രാവശ്യമാണ് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളത്. തൊട്ടുപുറകെ വന്നിട്ടുള്ളത് ഹരിയാന 12 പ്രാവശ്യം, ജമ്മു കാശ്മീർ 12 പ്രാവശ്യമാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് RBI ലോഞ്ചസ് ഫിനാൻഷ്യൽ ലിറ്ററസി വീക്ക് 2025 ടു ഫോക്കസ് ഓൺ വിമൻസ് പ്രോസ്പെരിറ്റി. സ്ത്രീകളുടെ അഭിവൃദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി RBI 2025 സാമ്പത്തിക സാക്ഷരതാ വാരം ആരംഭിച്ചു. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ലിറ്ററസി വീക്ക് 2025 കുറിച്ചുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2025 സാമ്പത്തിക സാക്ഷരതാ വാരത്തിന്റെ FLW സാമ്പത്തിക സാക്ഷരതാ വാരത്തിന്റെ 10ാം പതിപ്പ് ആരംഭിച്ചത് ഏത് ദിവസമാണ്? 24 ഫെബ്രുവരി 2025. 2025 ഫെബ്രുവരി 24-ാം തീയതി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച ഒരു പ്രോഗ്രാം ആണ് ഫിനാൻഷ്യൽ ലിറ്ററസി വീക്ക്, അതായത് സാമ്പത്തിക സാക്ഷരതാ വാരം FLW. 10ാമത്തെ സാമ്പത്തിക സാക്ഷരതാ വാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. സാമ്പത്തിക സാക്ഷരതാ വാരത്തിന്റെ 2025 10ാം പതിപ്പിന്റെ പ്രമേയം എന്താണ്? സാമ്പത്തിക സാക്ഷരത, സ്ത്രീ സമൃദ്ധി, ഫിനാൻഷ്യൽ ലിറ്ററസി, വിമൻസ് പ്രോസ്പെരിറ്റി. സ്ത്രീ സമൃദ്ധി എന്ന ആ ഒരു തീം ആണ് 10ാമത്തെ ഫിനാൻഷ്യൽ ലിറ്ററസി വീക്ക്, അതായത് FLWയുടെ തീം. ഈ കഴിഞ്ഞ ഫെബ്രുവരി 24-ാം തീയതി, അതായത് ഇന്നലെയാണ് 10ാമത്തെ ഫിനാൻഷ്യൽ ലിറ്ററസി വീക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ചിട്ടുള്ളത്. റിസർവ് ബാങ്കിന്റെ 2025 സാമ്പത്തിക സാക്ഷരതാ വാരത്തിന്റെ 10ാം പതിപ്പ് ആരാണ് ആരംഭിച്ചത്? RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര. ഈ കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്ന ശക്തികാന്ത ദാസ് അദ്ദേഹത്തിന്റെ വിരമിക്കൽ. അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര. സാമ്പത്തിക സാക്ഷരതാ വാരത്തിന്റെ ആദ്യ പതിപ്പ് ഏത് വർഷമാണ് ആരംഭിച്ചത്? 2016. 2016-ലാണ് ദ ഫസ്റ്റ് ഫിനാൻഷ്യൽ ലിറ്ററസി വീക്ക് ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ 10ാമത്തെ ഫിനാൻഷ്യൽ ലിറ്ററസി വീക്ക് ആണ് ഇന്നലെ ആരംഭിച്ചത്. ഇതിന്റെ തീം ആണ് ഫിനാൻഷ്യൽ ലിറ്ററസി, വിമൻസ് പ്രോസ്പെരിറ്റി, സാമ്പത്തിക സാക്ഷരത, സ്ത്രീ സമൃദ്ധി. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ബിക്കെയിം ISL ലീഗ് വിന്നേഴ്സ് ആഫ്റ്റർ എ 1-0 വിക്ടറി ഓവർ ഒഡീഷ FC. ഒഡീഷ FCയെ 1-0 വിജയത്തോടെ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ISL ലീഗ് ജേതാക്കളായി. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2024-25 ലീഗ് വിജയികളായത് ആരാണ്? മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്. ഇപ്പോൾ ISL നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ ലീഗ് മത്സരത്തിൽ ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ആണ് വിജയിച്ചിട്ടുള്ളത്. ഏത് ടീമിനെതിരെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഇന്ത്യൻ സൂപ്പർ ലീഗ് 2024-25 ലീഗ് വിജയികളായത്? ഒഡീഷ FC. ഒഡീഷ FCയും മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് തമ്മിലുള്ള മത്സരത്തിൽ, ആ ഫൈനൽ മത്സരത്തിൽ ആണ് ISLന്റെ ലീഗിന്റെ ഒഡീഷയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് വിജയിച്ചിട്ടുള്ളത്. 2025 ഫെബ്രുവരി 23-ന് ഇന്ത്യൻ സൂപ്പർ ലീഗ് 2024-25 ലീഗിന്റെ അവസാന മത്സരം എവിടെയായിരുന്നു? വിവേകാനന്ദ യൂബ ഭാരതി ക്രിരംഗം, വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ സോൾട്ട് ലേക്കിൽ ഉള്ള ഒരു സ്റ്റേഡിയം, ഈ സ്റ്റേഡിയത്തിന്റെ പേരാണ് വിവേകാനന്ദ യൂബ ഭാരതി ക്രിരംഗൻ. ഇത് വെസ്റ്റ് ബംഗാളിലാണ്. ഇവിടെ വെച്ചാണ് ISLന്റെ, അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഫൈനൽ മത്സരം. ഈ മത്സരത്തിലാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഒഡീഷയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സൂപ്പർ ലീഗ് അതിൽ ലീഗ് മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത്. ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഹെഡിംഗ് ആണ് പ്രൈം മിനിസ്റ്റർ മോദി ടു അറ്റൻഡ് മൗറീഷ്യസ് നാഷണൽ ഡേ സെലിബ്രേഷൻ ആസ് ഗസ്റ്റ് ഓഫ് ഓണർ. പ്രധാനമന്ത്രി മോദി മൗറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ
വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ദ ഗസ്റ്റ് ഓഫ് ഹോണർ എന്ന് പറയുമ്പോൾ അറിയാം, വിശിഷ്ടാതിഥി. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പങ്കെടുക്കാൻ പോകുന്ന ഒരു വലിയൊരു ആദരവ് എന്ന് പറയാൻ പറ്റും മൗറീഷ്യസിന്റെ നാഷണൽ ഡേ സെലിബ്രേഷൻ. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മൗറീഷ്യസിന്റെ 57ാമത് ദേശീയ ദിനാഘോഷം ഏത് തീയതിയിലാണ്? മാർച്ച് 12. മാർച്ച് 12-ാം തീയതിയാണ് മൗറീഷ്യസ് 57ാമത്തെ ദേശീയ ദിനാഘോഷം നാഷണൽ ഡേ സെലിബ്രേഷൻ ആഘോഷിക്കാൻ പോകുന്നത്. 2025 മാർച്ച് 12-ന് നടക്കുന്ന മൗറീഷ്യസിന്റെ 57ാമത് ദേശീയ ദിനാഘോഷത്തിൽ ആരായിരിക്കും മുഖ്യാതിഥി? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയായിരിക്കുള്ളൂ 57ാമത്തെ മൗറീഷ്യസിന്റെ നാഷണൽ ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ പോകുന്നത്. മൗറീഷ്യസിന്റെ പ്രധാനമന്ത്രി ആരാണ്? നവീൻ റാംഗൂലം. മൗറീഷ്യസ് എന്ന രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നവീൻ റാംഗൂലം, അദ്ദേഹമാണ് പ്രൈം മിനിസ്റ്റർ ഓഫ് മൗറീഷ്യസ്. മൗറീഷ്യസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൗറീഷ്യസ് ഒരു ഐലൻഡ് കൺട്രിയാണ്. ഏതാണ്ട് 2000 കിലോമീറ്റർ നീളത്തിലാണ് മൗറീഷ്യസ് എന്ന ആ ഒരു ഐലൻഡ് ഉള്ളതും. ഇതിൻ്റെ ക്യാപിറ്റൽ ആണ് പോർട്ട് ലൂയിസ്. കറൻസി മൗറീഷ്യസ് റുപ്പി. പ്രധാനമായിട്ടും പറയുമ്പോൾ ടൂറിസമാണ് മൗറീഷ്യസിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയാൻ പറ്റും. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്: കാഷ് പട്ടേൽ സ്വോൺ ഇൻ ആസ് 9th ഡയറക്ടർ ഓഫ് ദി FBI. FBI-യുടെ 9ാമത് ഡയറക്ടറായി കാഷ് പട്ടേൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യൻ ഒറിജിൻ ആണ് കാഷ് പട്ടേൽ, FBI-യുടെ 9ാമത്തെ ഡയറക്ടർ. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 21-ന് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI 9ാമത് ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ വംശജന്റെ പേര് കാഷ് പട്ടേൽ. അമേരിക്കയിലെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ടോപ്പ് ലെവലിലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. ഈ ഏജൻസിയുടെ ഡയറക്ടർ ആയിട്ടാണ് കാഷ് പട്ടേൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി 21-ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് ഭഗവത്ഗീത വെച്ചാണ്. മിക്കവാറും പത്രങ്ങളിലും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്, എടുത്തു പറഞ്ഞിട്ടുള്ള ഒന്നാണ്. അതായത് കാഷ് പട്ടേലിന്റെ സത്യപ്രതിജ്ഞ ഭഗവത്ഗീത വെച്ചിട്ടുള്ള സത്യപ്രതിജ്ഞ ആയിരുന്നു എന്ന്. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലെ ഏറ്റവും ഉയർന്ന റാങ്ക് എന്താണ്? ഡയറക്ടർ. അതായത് ഏറ്റവും ടോപ്പ് ലെവൽ വന്നിട്ടുള്ള വ്യക്തിയാണ് കാഷ് പട്ടേൽ. FBI-യുടെ ഏറ്റവും ടോപ്പ് ലെവലിലെ റാങ്ക് ആണ് ഡയറക്ടർ. FBI ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC. അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട 2 ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. ഒന്ന് FBI, മറ്റൊന്ന് CIA. ഇതിൽ FBI ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഡയറക്ടർ ആയിട്ടാണ് കാഷ് പട്ടേൽ ഇപ്പോൾ നിയമിതനായിട്ടുള്ളത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 20 കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.